ഹലോ എവരിവൺ. ഇതുവരെയുള്ള ഐസറിലെ എല്ലാ PYQസും നമ്മളൊന്ന് അനലൈസ് ചെയ്ത് അതിൻ്റെ ടോപ്പിക് വൈസ് വെയിറ്റേജ് മനസ്സിലാക്കി ഇപ്പോൾ ഈ 2025 ഐസറിലേക്കുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കൂടെ പറയുന്ന ഒരു വീഡിയോ ആണിത്. ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് റിപ്പീറ്റേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നീറ്റ് റിപ്പീറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ മാത്സിൻ്റെ ചാപ്റ്റർ ആണ് പഠിക്കേണ്ടത്, അതേപോലെ JEE റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ അവർ ചോദിക്കാറുണ്ട് ഏതൊക്കെ ബയോളജി ചാപ്റ്റേഴ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ ഇന്നെത്തിയത് അതിനുള്ള ഉത്തരവായിട്ടാണ്. വെറുതെ ഒരു ഉത്തരമല്ല, നമുക്ക് ഡാറ്റ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം. അപ്പം നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് 2017 മുതൽ 2024 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്ത് അത് ഏതൊക്കെ ചാപ്റ്റർ എന്നാണ്, അത് ഏതൊക്കെ ടോപ്പിക് എന്നാണ്, ആൻഡ് അതിന്റെ ട്രെൻഡ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതിനുശേഷം എങ്ങനെയായിരിക്കണം നമ്മുടെ 2025 വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നും നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫിസിക്സ് ഓരോ വർഷത്തിലും 2017 മുതൽ 2024 വരെ ഓരോ ടോപ്പിക്കിൽ നിന്ന്, ഓരോ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് വന്നത് എന്നുള്ള ഡാറ്റ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇവിടെ ഉണ്ട്. ഈ ഒരു ഡാറ്റ നിങ്ങൾ ഈ കാണുന്ന ഒരു PDF, ഈ സ്ലൈഡ് കാണുന്ന കംപ്ലീറ്റ് സ്ലൈഡ് PDF ആയിട്ട് നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇടുന്നുണ്ട്. ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ്. സോ ഫിസിക്സിലെ ഈ ഒരു ഡാറ്റ ഞാനൊരു ചാർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ചാർട്ടിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും ഓരോരോ ചാപ്റ്ററിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഇയറിലും എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നാണ് ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത്. ഈ ഓരോ കളറും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ ഇയർ ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഫിസിക്സിന് വന്നത് റൊട്ടേഷൻ എന്നാണ്, അല്ലെ? റൊട്ടേഷന് വരിക എന്നുള്ളത് മാത്രമല്ല, റീസെന്റ് ആയിട്ട് 2024 2 ക്വസ്റ്റ്യൻ റൊട്ടേഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും റൊട്ടേഷൻ എന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തെർമോഡൈനാമിക്സ് എല്ലാ വർഷവും ക്വസ്റ്റ്യൻ ഉണ്ട്, ആൻഡ് 2024 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതുപോലെ മോഡേൺ ഫിസിക്സിനും റീസെന്റ് ആയിട്ട് ഒരു ഇൻക്രീസിങ് ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? ഇനി കമ്പാരിറ്റീവ്ലി ലോ വെയിറ്റേജ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതാണെന്ന് ചോദിച്ചാൽ കൈനമാറ്റിക്സ്, അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, അതുപോലെ വേവ് ഓപ്റ്റിക്സ്, ഇതുപോലെയുള്ള ലോ വെയിറ്റേജ് ചാപ്റ്ററും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഫിസിക്സിലെ ഏറ്റവും ഹെവി വെയിറ്റ് ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും റൊട്ടേഷൻ ഒന്നാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ റിലേറ്റീവ് ആയിട്ട് എല്ലാ കൊല്ലവും ഉണ്ട്. ഈ റീസെന്റ് ഇയേഴ്സിൽ ട്രെൻഡും നമുക്ക് മാറിയതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തെർമോഡൈനാമിക്സ്, ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇതാണ് ഏറ്റവും ഹെവി വെയിറ്റ്സ്. കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ കൈനമാറ്റിക്സ്, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, അതുപോലെ വേവ് ഓപ്റ്റിക്സ്, ഇതാണ് റിലേറ്റീവ്ലി വെയിറ്റേജ് കുറവുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ചാപ്റ്റേഴ്സിനെ ടോപ്പിക്കുകളായിട്ട് തിരിക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, അങ്ങനെ ടോപ്പിക്കുകളായിട്ട് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മെക്കാനിക്സ് ഒന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ആൻഡ് ഓസിലേഷൻ, ഇതാണ് ഹെവി വെയിറ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഐഡിയ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഹൈ വെയിറ്റേജ് ഏതാന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും റൊട്ടേഷൻ ആണ്. കൺസിസ്റ്റന്റ്ലി എല്ലാ വർഷവും 2 to 3 ക്വസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇൻക്രീസിങ് ട്രെൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് എസ്പെഷ്യലി 2024 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ കഴിഞ്ഞ ഇയറിൽ വന്നത്. ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് കൺസിസ്റ്റന്റ് ആയിട്ട് 1 to 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്റർ ആണ്. തെർമോഡൈനാമിക്സും സ്റ്റഡി വെയിറ്റേജ് ആണ്, കൂടുന്നില്ല കുറയുന്നില്ല, 1 to 2 ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. വേവ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2021 23 അപ്പിയർ ചെയ്തിട്ടുണ്ട്, ആൻഡ് അതിന് അത്യാവശ്യം ട്രാക്ഷൻ ഇപ്പോൾ ഉണ്ട്. സോ വേവ്സും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ലാത്ത ചാപ്റ്റർ ആണ്. ആൻഡ് മോഡേൺ ഫിസിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2024 2 ക്വസ്റ്റ്യൻസ് വന്നതാണ്. സോ അതിന്റെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇതാണ് ഏറ്റവും കൂടുതൽ ഹെവി വെയിറ്റേജ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി ഈ ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ട് ഫിസിക്സിനെ എങ്ങനെ പഠിക്കണം എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് റൊട്ടേഷൻ എന്തായാലും പഠിച്ചിരിക്കണം, സിമ്പിൾ ഹാർമോണിക് മോഷനും ഇലക്ട്രോസ്റ്റാറ്റിക്സും
കൺസിസ്റ്റന്റ് ആയിട്ട് ഹൈ വെയിറ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി തെർമോഡൈനാമിക്സിനും വേവ്സിലും ഒക്കെ നിങ്ങൾ എന്ത് പ്രാക്ടീസ് ചെയ്യണം? ന്യൂമറിക്കൽസ് പ്രാക്ടീസ് ചെയ്യണം. തിയററ്റിക്കൽ ആയിട്ടുള്ളതിനെക്കാട്ടിലും കൂടുതൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നിങ്ങൾ സോൾവ് ചെയ്ത് പഠിക്കേണ്ടത്. ആൻഡ് മോഡേൺ ഫിസിക്സ് കോൺസെപ്റ്റ് ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, ഇതിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാനുള്ളത്. അപ്പൊ അതും ഒന്നും കൂടെ നിങ്ങൾ നല്ല റിവിഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2017 മുതൽ 2024 വരെ അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് എല്ലാ സബ്ജക്റ്റിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് കെമിസ്ട്രിയിലേക്ക് നോക്കാം. കെമിസ്ട്രിയിലെ കംപ്ലീറ്റ് ഡാറ്റ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 8 വർഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്ന ചാപ്റ്റേഴ്സും സെക്ഷൻസും എത്ര ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്നുള്ള ഡാറ്റയാണ് നമ്മുടെ കയ്യിലുള്ളത്. ആൻഡ് ഈ ഡാറ്റേനെ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫായിട്ട് ആൻഡ് ചാർട്ടായിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ചാർട്ടായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ബോണ്ടിങ് ആണ്. മാത്രമല്ല കഴിഞ്ഞ വർഷം 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ട്രെൻഡിങ്ങുമാണ്. ആൻഡ് കോർഡിനേഷൻ കെമിസ്ട്രി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് കോർഡിനേഷൻ കെമിസ്ട്രി ആണ്. ആൻഡ് പ്രീവിയസ് ഇയർ, അതായത് തൊട്ട് മുന്നേ ഉള്ള വർഷങ്ങളിൽ അത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അത് റീസെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, ബട്ട് സ്റ്റിൽ നല്ല ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇനി ഏറ്റവും കുറവുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി കുറവാണ്. മെറ്റലർജി, ഗാഷ്യസ് സ്റ്റേറ്റ്, സർഫസ് കെമിസ്ട്രി, ഹൈഡ്രജൻ പോലെയുള്ള ചാപ്റ്റേഴ്സിന് ലോ വെയിറ്റേജ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഏറ്റവും ഹെവി വെയിറ്റ് ഏതാ എന്ന് ചോദിച്ചാൽ കോർഡിനേഷൻ കെമിസ്ട്രി, ബോണ്ടിങ്, ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ് ആണ്. ഇവിടെയൊക്കെ വെയിറ്റേജ് കൂടുതലുള്ള ആളുകളുണ്ട്, പക്ഷെ ഏറ്റവും ഹെവി വെയിറ്റ് ആയിട്ടുള്ള ആളെയാണ് ഞാൻ റെഡിൽ റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഓർഗാനിക്, ഇനോർഗാനിക്, ഫിസിക്കൽ എത്രത്തോളം പെർസെൻറ്റേജ് ഉണ്ട് നോക്കുകയാണെങ്കിൽ അതിന് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊരു വെയിറ്റേജ് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഇതുവരെ വന്ന ടോപ്പിക്കുകളിൽ ഓർഗാനിക് കെമിസ്ട്രിന്നും ഇനോർഗാനിക് കെമിസ്ട്രിന്നും അതുപോലെ ഫിസിക്കൽ കെമിസ്ട്രിയിലും ഓൾമോസ്റ്റ് ഈക്വൽ വെയിറ്റേജ് ആണ് വന്നത്. ഓർഗാനിക്കിന് ഒരു സ്ലൈറ്റ് എഡ്ജ് ഉണ്ട്, 35% ആണ്. ഇനോർഗാനിക് 31.7, വേർ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത് 33.3 ആണ്. അപ്പൊ സ്ലൈറ്റ് എഡ്ജ് ഓർഗാനിക്കിന് ഉണ്ടെന്നേ ഉള്ളൂ, വലിയൊരു വ്യത്യാസം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി എങ്ങനെയാണ് നമ്മൾ കെമിസ്ട്രീനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഹൈ വെയിറ്റേജ് ടോപ്പിക്കുകൾ ഏതാണെന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടു കോർഡിനേഷൻ കെമിസ്ട്രിയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് 2 to 3 ക്വസ്റ്റ്യൻസ് ഓരോ വർഷവും വരുന്നുണ്ട്. തെർമോഡൈനാമിക്സ് ആണ് അടുത്തത്. സ്റ്റഡി വെയിറ്റേജ് ആണ്, വ്യത്യാസം ഒന്നും വരുന്നില്ല. 1 to 2 ക്വസ്റ്റ്യൻസ് എവറി ഇയർ വരുന്നുണ്ട്. കെമിക്കൽ കൈനറ്റിക്സ് ഇൻക്രീസിങ് ട്രെൻഡ് ആണ്. ഇപ്പൊ റീസെന്റ് ഇയേഴ്സിൽ അതിന്റെ ട്രെൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ഹൈ വെയിറ്റേജ് ആണ് ഇൻ 2017 ആൻഡ് 2020. അപ്പൊ അതും ഹെവി വെയിറ്റ് ആണ്. ആറ്റോമിക് സ്ട്രക്ചർ എല്ലാ വർഷവും 1 to 2 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇലക്ട്രോ കെമിസ്ട്രി സ്റ്റഡി വെയിറ്റേജ് ആണ്, ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. സോ ദീസ് ആർ ഹെവി വെയിറ്റ്സ്. ഇനി എങ്ങനെയാണ് കെമിസ്ട്രീനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കോർഡിനേഷൻ കെമിസ്ട്രി, തെർമോഡൈനാമിക്സ്, കെമിക്കൽ കൈനറ്റിക്സ് എല്ലാം ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് ആണ്. അവരുടെ പ്രയോറിറ്റി കൊടുത്ത് തന്നെ പഠിക്കുക. ആൻഡ് റിയാക്ഷൻ മെക്കാനിസം, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് പോലെയുള്ള ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയാക്ഷൻ മെക്കാനിസംസ് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം. അത് റിയാക്ഷൻ മെക്കാനിസംസ് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തത് ആറ്റോമിക് സ്ട്രക്ചർ, ഇലക്ട്രോ കെമിസ്ട്രി പോലെയുള്ള ടോപ്പിക്കുകൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, ഫിസിക്കൽ കെമിസ്ട്രിയിലുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുക. ഇവിടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സ് ആണ്. മാത്സിന്റെയും ഡാറ്റ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയത്. അതിനെ നമ്മൾ ചാർട്ടായിട്ട് കൺവേർട്ട് ചെയ്തു. ചാർട്ടായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് ആണ്. റീസെന്റ് ആയിട്ട് ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഫങ്ഷൻസ്, അതുപോലെ തന്നെ ഇൻഡെഫിനിറ്റ് ആൻഡ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്, പിന്നെ അതുപോലെ കോർഡിനേറ്റ് ജിയോമെട്രി, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഏറ്റവും വലിയ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി റിലേറ്റീവ്ലി വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് സെറ്റ്സ്, അത് ബേസിക് മാത്സ്, റിലേഷൻ, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, പാരബോള പോലെയുള്ള റിലേറ്റീവ്ലി
വെയിറ്റേജ് കുറവുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ കോർഡിനേറ്റ് ജോമെട്രി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റേജും ഉണ്ട്, റീസെന്റ് ആയിട്ട് വലിയ ട്രെൻഡും ഉണ്ട്. 2024 നല്ലപോലെ ക്വസ്റ്റ്യൻസ് വന്നതുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹെവി വെയിറ്റ് ആരാണ് മാത്സിൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും. മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്, ഫങ്ഷൻസ്, ഇൻഡെഫിനിറ്റ് ആൻഡ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്, കോർഡിനേറ്റ് ജോമെട്രി. ഇതാണ് ഏറ്റവും ടോപ്പ് വെയിറ്റ്, ടോപ്പ് ഹെവി വെയിറ്റ് എന്ന് പറയുന്നത് ഈ 4 ആളുകളാണ്. ഇനി മാത്സിൽ ഏത് സെഗ്മെന്റിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് എന്ന് ചോദിച്ചാൽ ഡിഫറൻഷ്യൽ കാൽക്കുലസിന് 25.8 വെയിറ്റേജ് ഉണ്ട്, ആൻഡ് ആൾജിബ്രയ്ക്ക് 24.2, ജിയോമെട്രി 18.3, ഇന്റഗ്രേഷന് 19.2. അപ്പൊ ഏറ്റവും ഹെവി വെയിറ്റ് എന്താണ്? ഡിഫറൻസിയേഷൻ ആണ്. അപ്പൊ ഡിഫറൻസിയേഷനും ജിയോമെട്രിയും ഇന്റഗ്രേഷനും ആൾജിബ്രയാണ് മാത്തമാറ്റിക്സിന്റെ കോർ എന്ന് പറയുന്നത്. ഇതെന്നാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. ഇനി മാത്സിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? അതിന്റെ ഹെവി വെയിറ്റേജ് ടോപ്പിക് നമ്മളോട് ചോദിച്ചാൽ നമുക്കറിയാം മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് ആണ്. കൺസിസ്റ്റന്റ്ലി ഹൈ വെയിറ്റേജ് ആണ്, 1 to 2 ക്വസ്റ്റ്യൻസ് എവറി ഇയർ. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ സ്റ്റഡി വെയിറ്റേജ് ആണ്, എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ വെച്ച് ഉണ്ടാവാറുണ്ട്. ഫങ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഹൈ വെയിറ്റേജ്, 2018-ലും 2023-ലും ഹൈ വെയിറ്റേജ് വന്നതാണ്. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഇൻക്രീസിങ് ട്രെൻഡ് കാണാൻ സാധിക്കും. 2022-ലും 2023-ലും ഒക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കോംപ്ലക്സ് നമ്പർ എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ വെച്ച് ഉണ്ടാവാറുണ്ട്. കോർഡിനേറ്റ് ജിയോമെട്രി 1 to 2 ക്വസ്റ്റ്യൻസ് ആവറേജ് ഉണ്ടാവാറുണ്ട്. ഇനി എങ്ങനെ നമ്മൾ മാത്സിനെ അപ്രോച്ച് ചെയ്യണം? മാത്സിന് വേണ്ടിയുള്ള ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ മെട്രിക്സും ഡിറ്റർമിനൻസും പഠിക്കുക, പ്രോബബിലിറ്റിയും ഫംഗ്ഷനും ഒരിക്കലും മിസ്സാക്കരുത്, അവരാണ് ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ്. ഇനി മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിംഗ് ആണ് അല്ലെ? അപ്പം ആപ്ലിക്കേഷൻ ആൻഡ് ഡെറിവേറ്റീവ്സ്, കോംപ്ലക്സ് നമ്പർ പോലെയുള്ള ഈ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക, ഒരുപാട് PYQs മാത്സിന് വേണ്ടി ചെയ്യുക, ആൻഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് മാത്സ് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ഇന്റഗ്രൽ കാൽക്കുലസ് പറ്റുമെങ്കിൽ അത് നല്ല രീതിയിൽ പഠിക്കുക, കോർഡിനേറ്റ് ജിയോമെട്രിയും നല്ലപോലെ റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഇനി അടുത്തത് ഫൈനലി നമ്മൾ ബയോളജിയിലേക്ക് കിടക്കുകയാണ്. ബയോളജിയിലുമുള്ള ഈ ഒരു ഡാറ്റ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏകദേശം ടോപ്പിക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അതിന് ഞാൻ ചാർട്ടായിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ആനിമൽ ഫിസിയോളജിയാണ് ഏറ്റവും വെയിറ്റേജ് കൂടിയത്. മാത്രമല്ല റീസെന്റ് ട്രെൻഡും കാണിക്കുന്നുണ്ട്. 2024-ലൊക്കെ 3 ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 3 to 4 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് പ്ലാന്റ് ഫിസിയോളജിക്ക് നല്ല വെയിറ്റേജ് ഉണ്ട്, റീസെന്റ് ട്രെൻഡും ഉണ്ട്. അതുപോലെ തന്നെ ബയോടെക്നോളജിയും ഇക്കോളജിയും ഭയങ്കരമായിട്ട് വെയിറ്റേജ് കാണിക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ബയോടെക്നോളജി നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയോടെക്നോളജി എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്, പ്ലാന്റ് ഫിസിയോളജി, അനിമൽ ഫിസിയോളജി എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ബയോളജിയിലെ ഹെവി വെയിറ്റ്സ് ആരാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അനിമൽ ഫിസിയോളജി, പ്ലാന്റ് ഫിസിയോളജി ഇവരാണ്. ആൻഡ് ബയോടെക്നോളജി എല്ലാ പ്രാവശ്യവും ചോദ്യം ഉണ്ടാവാറുണ്ട്. സോ ഇതാണ് ബയോളജിയിലെ ഹെവി വെയിറ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ബയോളജിനെ കാണേണ്ടത്? ഹെവി വെയിറ്റേജ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? അനിമൽ ഫിസിയോളജി 1 to 4 ക്വസ്റ്റ്യൻസ് ആനുവലി ഉണ്ടാവും. എല്ലാ വർഷവും 1 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ അനിമൽ ഫിസിയോളജി ഇതാണ്, അതായത് നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജി ഇതാണ്. ഇനി ജെനറ്റിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെഡിഗ്രി അനാലിസിസ് ആണെങ്കിൽ എല്ലാ വർഷവും എന്തായാലും ജെനറ്റിക്സ് എന്ന് ചോദ്യം ഉണ്ടാവാറുണ്ട്. ഡൈഹൈബ്രിഡ് ക്രോസുകൾ അല്ലെങ്കിൽ പെഡിഗ്രി അനാലിസിസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സോ ഇൻക്രീസിങ് ട്രെൻഡുമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. റീസെന്റ് ഇയേഴ്സിൽ ജെനറ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടിയിട്ടുണ്ട്. ഇനി മോളിക്കുലർ ബയോളജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്റ്റഡി വെയിറ്റേജ് ആണ്, 1 ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് ഇൻ എവറി ഇയർ. ആ രീതിയിൽ മോളിക്കുലർ ബയോളജിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇക്കോളജിന്ന് 1 to 2 ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ബയോടെക്നോളജി എസ്പെഷ്യലി പ്ലാസ്മിഡ് വെക്ടറിന്റെ കാര്യത്തിൽ, റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ, റെക്കഗ്നിഷൻ സീക്വൻസിന്റെ കാര്യത്തിൽ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മാത്രമല്ല ബയോടെക്നോളജിയുടെ ട്രെൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇൻക്രീസിങ് ട്രെൻഡ് ആണ്. 2024-ലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ബയോടെക്നോളജിനെ ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി സെൽ ബയോളജി നോക്കുകയാണെങ്കിൽ സെൽ ഡിവിഷനിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ ഒരു സ്റ്റഡി വെയിറ്റേജ് ആണ്, 1 to 2 ക്വസ്റ്റ്യൻസ് ഇൻ എ ഇയർ വരാറുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ബയോളജിനെ കാണേണ്ടത് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഹെവി വെയിറ്റേജ് ആയിട്ടുള്ള ഫിസിയോളജി പഠിക്കുക, ജെനറ്റിക്സ് പഠിക്കുക, ബയോടെക്നോളജി, മോളിക്കുലാർ ബയോളജി പഠിക്കുക. ഇക്കോളജിയും ബയോടെക്നോളജിയും ഒക്കെ തെറോ ആയിട്ട് തന്നെ പഠിക്കണം. ഇക്കോളജി ഈസി ചാപ്റ്റർ ആണ്, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരിക. ഇനി
ഡയഗ്രാം വെച്ചിട്ട് ഗ്രാഫ് വെച്ചിട്ടുള്ള പെഡിഗ്രി അനാലിസിസ്, ഫ്ലോ ചാർട്ടുകൾ, അതുപോലെ എന്തെങ്കിലും ഒരു ബയോളജിന്റെ ഡയഗ്രാം, ഫോർ എക്സാമ്പിൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ ഡയഗ്രാം തന്നിട്ട് അത് ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ, അതായത് മൾട്ടിപ്പിൾ കാര്യങ്ങൾ തെറ്റിച്ചും ശരിയാക്കിയിട്ടും ഒക്കെ കൊടുക്കും. അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഓപ്ഷൻ നമ്മൾ ഡയഗ്രാം നോക്കിയിട്ട് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവിന്റെ ഗ്രാഫ് റൈറ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്നതും ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. സോ ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഫ്ലോ ചാർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ബയോളജിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ഇനി നമ്മുടെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്ന കുട്ടികൾക്കുള്ള ഒരു ജനറൽ ടിപ്പ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പം ഈ ഒരു വീഡിയോന്റെ ഉദ്ദേശം തന്നെ ഏതാണ് ഹൈ വെയിറ്റേജ് ടോപ്പിക് എന്നുള്ളത് പറയുക എന്നുള്ളതായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഹെവി വെയിറ്റേജ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കൂടുതൽ പഠിക്കാൻ നോക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക, റിവൈസ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ആൻഡ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, 2017 മുതൽ 2024 വരെയുള്ള എല്ലാ PYQസും നിങ്ങൾ ചെയ്തു നോക്കണം. ഈ പറഞ്ഞ 2017 മുതൽ 2024 വരെയുള്ള PYQs ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അത് PDF ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ PYQs നമ്മുടെ റിയൽ എക്സാം പോലെ 3 മണിക്കൂർ കൊണ്ട് അതുപോലത്തെ ഒറിജിനൽ ഇന്റർഫേസിൽ റിയൽ എക്സാം പോലെ നിങ്ങൾക്ക് 3 മണിക്കൂർ കൊണ്ട് എഴുതി നോക്കണമെങ്കിൽ, കൃത്യമായിട്ട് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സെക്ഷൻ വൈസ് എഴുതി നോക്കണമെങ്കിൽ, ഒന്നും കൂടെ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇനി അടുത്ത കാര്യം, ഏതൊരു എക്സാം പോലെയും ടൈം മാനേജ്മെന്റ് ആണ്. അതായത് നമുക്ക് മെയ് 25 വരെ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പൊ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഹൈ വെയിറ്റേജ് ടോപ്പിക്കുകളിൽ സമയം കൂടുതൽ കൊടുത്തിട്ട് കൂടുതൽ PYQs ചെയ്ത് മോക്ക് ടെസ്റ്റുകളെല്ലാം തന്നെ ചെയ്തു നോക്കിയിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാം. ലിമിറ്റഡ് ടൈം കൊണ്ട് കൂടുതൽ നമുക്ക് ഒരു അപ്പർ ഹാൻഡ്, ഒരു എഡ്ജ് എക്സാമിൽ ഉണ്ടാക്കിയെടുക്കാൻ തന്നെയാണ് ഈ ഒരു ബാക്കിയുള്ള സമയം നമ്മൾ ശ്രമിക്കേണ്ടത്. സോ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് ചെയ്യേണ്ടത്. അടുത്തത് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ആണ്. അതായത് ഇവിടെ നീറ്റിന് പോലെയുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല സാധാരണ ചോദിക്കാറുള്ളത്. നീറ്റിന് എല്ലാം ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നല്ല ഞാൻ പറയുന്നത്. പൊതുവെ നീറ്റിന് ഫാക്ട് അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ കുറച്ചും കൂടെ ട്രിക്കി ആയിട്ടുള്ള, കോൺസെപ്ച്വലി റിച്ച് ആയിട്ടുള്ള, ഒരാളുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വരിക. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മോക്ക് ടെസ്റ്റ് ഡിസൈൻ ചെയ്യുമ്പോഴും ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു റിയൽ ലൈക്ക് മോക്ക് ടെസ്റ്റ് ആയിരിക്കണം അത് എന്നുള്ളതായിരുന്നു. അതായത് കംപ്ലീറ്റ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് ഒരാളുടെ കോൺസെപ്റ്റിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ, കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെ ചലഞ്ച് ചെയ്യുന്നുള്ള രീതിയിൽ, അതുപോലെ തന്നെ ഒരാളുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് എഴുതണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെബ്സൈറ്റിൽ പോയി നോക്കുക. www.crisperlearning.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഈ മോക്ക് ടെസ്റ്റും അവൈലബിൾ ആയിരിക്കും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാനാണ്. നമ്മളുടെ തിയറി നമ്മൾ എത്ര റിവൈസ് ചെയ്താലും ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 8 പേപ്പർ ചെയ്ത് നോക്കിയതിനു ശേഷം നമ്മൾ നിരന്തരം മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം. മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കോൺസെപ്ഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമുക്ക് എങ്ങനെയൊക്കെ ടൈം മാനേജ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാവും. ആൻഡ് റിയൽ ലൈക്ക് നമ്മൾ കമ്പ്യൂട്ടറിലാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഇന്റർഫേസ് എല്ലാം പരിചിതമാവാൻ നമുക്ക് സാധിക്കും. സോ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ്. ആൻഡ് ഫൈനലി റിവിഷൻ. നമ്മൾ എത്ര പഠിച്ചാലും പരീക്ഷയുടെ സമയത്ത് നമുക്ക് റീകലക്ട് ചെയ്യണമെങ്കിൽ, നമുക്ക് എക്സാം പ്രോപ്പർ ആയിട്ട് എഴുതണമെങ്കിൽ മെമ്മറി വേണം, അല്ലേ? നമ്മൾ അത് ഓർത്തെടുക്കാൻ സാധിക്കണം. സോ ഓർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ ടൈംലി റിവിഷൻ, ആ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്, വെയിറ്റേജ് കൂടിയ ടോപ്പിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ റിവൈസ് ചെയ്യണം. ഇനി ഫൈനലി ഏതൊക്കെ ടോപ്പിക്കുകളാണ്, ഏതൊക്കെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മളുടെ ഒരു ടേക്ക് അവേ, ഏതൊക്കെയാണ് ബയോളജിയിൽ പഠിക്കേണ്ട ചാപ്റ്റർ, ഏതൊക്കെയാണ് കീ കോൺസെപ്റ്റ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജെനറ്റിക്സ് എന്തായാലും പഠിക്കണം, മോളിക്കുലാർ ബയോളജി പഠിക്കണം. ജെനറ്റിക്സിലെ പെഡിഗ്രി അനാലിസിസ് മസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്ത് പഠിക്കേണ്ടതാണ്. മോളിക്കുലാർ ബയോളജിയിൽ ഒരുപാട് എക്സ്പെരിമെന്റ് ചോദിക്കാറുണ്ട്. പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ, അതുപോലെ ട്രാൻസ്ലേഷൻ, ജീൻ റെഗുലേഷൻ,
റെപ്ലിക്കേഷൻ, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എവല്യൂഷൻ നിങ്ങൾ സ്കിപ്പ് ആക്കാൻ പാടില്ലാത്ത ചാപ്റ്റർ ആണ്. എവല്യൂഷനിലെ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബയോടെക്നോളജി എസ്പെഷ്യലി പ്ലാസ്മിഡ് വെക്ടറിന്റെ ഒക്കെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫിസിയോളജിന്ന് എല്ലാ വർഷവും 1 to 4 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സെൽ ബയോളജി, പ്ലാൻ ഫിസിയോളജി എന്ന് പറയുമ്പോൾ ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, അതുപോലെയുള്ള ടോപ്പിക്കുകൾ മിസ്സാക്കരുത്. ഫോട്ടോസിന്തസിസ് ഗ്രാഫ് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, എൻസൈംസ്, അതുപോലെ എൻസൈംസിന്റെ പൊസിഷൻ എവിടെയാണ്, ഏത് സെല്ലുലാർ കമ്പാർട്ട്മെന്റിലാണ് കാണാറ് എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇക്കോളജി സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷെ സ്റ്റഡി ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ്. ദെൻ ഫൈനലി ബയോമോളിക്യൂൾസിൽ നമ്മൾ എൻസൈംസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇനി മാത്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാത്സ് നീറ്റിന് പഠിക്കുന്ന കുട്ടികളെയും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട മാത്സ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ബേസിക് മാത്സ് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അതായത് ഞാൻ ഇവിടെ ഈ പറയാനുള്ള കീ ടോപ്പിക്കായിട്ട് ബേസിക് മാത്സ് പറയാൻ കാരണം ഹെവി വെയിറ്റ് ആയതുകൊണ്ടല്ല, നിങ്ങൾ ഒരു നീറ്റ് ആസ്പിറന്റ് ആണെങ്കിൽ നിങ്ങൾക്കും ഇത് പഠിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ബേസിക് മാത്സ്. സീക്വൻസ് ആൻഡ് സീരീസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ഏറ്റവും ഹെവി വെയിറ്റ് ആണെന്നുള്ള നമ്മൾ കണ്ടതാണ്. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, പ്രോബബിലിറ്റി ഇഷ്ടമുള്ള ആൾക്കാർ പഠിക്കാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായാലും പഠിക്കണം, കാരണം ഡിഫറൻസിയേഷൻ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ 25% വെയിറ്റേജ് ആരായിരുന്നു? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു. അത് നിങ്ങൾ മറക്കരുത്. പിന്നെ കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കമ്പാരിറ്റീവ്ലി ഈസിയാണ്, നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവും പഠിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ജോമെട്രി ആണ് കൂടുതൽ താല്പര്യമെങ്കിൽ സർക്കിൾസ്, സ്ട്രൈറ്റ് ലൈൻ പോലെയുള്ള ജോമെട്രിയിലെ ചാപ്റ്റേഴ്സ് ഒക്കെയാണ് കൂടുതൽ താല്പര്യമെങ്കിൽ ജോമെട്രിയും പഠിക്കാം. അതായത് നിങ്ങൾ ഒരു നീറ്റ് ആസ്പിറന്റ് ആണെങ്കിൽ ഒരിക്കലും മാത്സ് സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. മാത്സ് ഒട്ടും നമ്മൾ തൊട്ട് നോക്കാതെ ഒരിക്കലും പോകാൻ പാടില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് മാത്സ് ഒട്ടും നമ്മളുടെ കയ്യിൽ ഇല്ലാതെ പോയാലും മേ ബി നമ്മൾ എക്സാം ക്ലിയർ ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ ഈ വർഷം കോമ്പറ്റീഷൻ ഇയർ ബൈ ഇയർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2022 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്ന കുട്ടികളുടെ എണ്ണം 25,000 to 30,000 ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തത് 96,000 കുട്ടികളാണ്. അപ്പൊ ഈ ഒരു വർഷവും ട്രെൻഡ് അനുസരിച്ച് കൂടുതൽ കുട്ടികൾ വരാനാണ് സാധ്യത. അപ്പൊ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മാത്സ് നമ്മളുടെ കയ്യിലില്ലാതെ മാത്സും കൂടെ പഠിച്ച് സ്കൂളിൽ നിന്നൊക്കെ ഡയറക്റ്റ് ആയിട്ട് വന്ന് എക്സാം എഴുതുന്ന കുട്ടികളോട് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടി വരുമ്പം നമുക്കൊരു എഡ്ജ് ഉണ്ടാവാതിരിക്കുകയാണ് ചെയ്യുക. സോ മാത്സിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ്, അതിൽ ഞാൻ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ടോപ്പിക്കുകൾ നിങ്ങൾ എന്തായാലും പഠിക്കണം. ഇനി ഫിസിക്സ് നോക്കുകയാണെങ്കിൽ മെക്കാനിക്സ് നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. മെക്കാനിക്സിൽ ലോസ് ഓഫ് മോഷൻ, വർക്ക് പവർ എനർജി, റൊട്ടേഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ, വേവ്സ്, സ്റ്റാൻഡിംഗ് വേവ്സ്, റെസൊണൻസ് ട്യൂബ്, ഡോപ്ലർ എഫക്ട്, ഇതെല്ലാം പഠിക്കണം. തെർമോഡൈനാമിക്സ്, ഗ്രാവിറ്റേഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, റേ ഓപ്റ്റിക്സ്, വേവ് ഓപ്റ്റിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്. കെമിസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ തെർമോഡൈനാമിക്സ്, അതിൽ എപ്പോഴും ചോദ്യം വരുന്ന കീ ടോപ്പിക് എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്, PV വർക്ക് കണ്ടുപിടിക്കാനാണ്. ആൻഡ് ഇക്വിലിബ്രിയം, കൈനറ്റിക്സ്, ഇലക്ട്രോ കെമിസ്ട്രി, ബോണ്ടിങ്, കോർഡിനേഷൻ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, ആൽക്കഹോൾ, ഫീനോൾ, ഈതർ, അമൈൻസ്, ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ്, അതുപോലെയുള്ള ഓർഗാനിക് ചാപ്റ്റേഴ്സ്, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ ഈ ഞാനിവിടെ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ അനാലിസിസും അടങ്ങുന്ന PDF ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ്. ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും ഇപ്പൊ ഐസറിൽ ജോയിൻ ചെയ്ത കുട്ടികളും അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് നേരിട്ട് എന്നോട് കാര്യങ്ങൾ ചോദിക്കാം, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നിങ്ങളുടെ കൂടെയുള്ള ആസ്പിറൻസിനോട് കാര്യങ്ങൾ ചോദിക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് തമ്മിൽ ഡിസ്കസ് ചെയ്യാൻ ടിപ്സുകൾ പറഞ്ഞു കൊടുക്കാം. നമ്മൾക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പ്. ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഐസർ കോച്ചിങ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ക്രാഷ് കോഴ്സ് പ്രോഗ്രാം ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. 40 ദിവസമായിരിക്കും ഡ്യൂറേഷൻ. എക്സാം വരെ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഏപ്രിലാണ് നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുക. മെന്റർഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളെ കുറച്ച് ഗ്രൂപ്പ് ആക്കി തിരിക്കും. ആ ഓരോ ഗ്രൂപ്പിനും മെന്റേഴ്സ് ഉണ്ടായിരിക്കും. ആ മെന്റേഴ്സ് നിങ്ങളുടെ എക്സാം നിങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, അതുപോലെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് വേണ്ട സ്ട്രാറ്റജീസ് പറഞ്ഞു തരും. മെന്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഐസറിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആണ്. അപ്പൊ ആ രീതിയിൽ ഐസറിനെ കുറിച്ച് എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് അവരോട് ചോദിക്കാവുന്നതാണ്. ഇനി ഐസർ
ഐസർ എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷമുള്ള ഫർദർ സപ്പോർട്ടും നമ്മളുടെ ഭാഗത്തുനിന്ന്, നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു പ്രീവിയസ് ഇയർ ഐസർ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഈ ക്രാഷ് കോഴ്സ് എടുത്ത കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് തന്നെ മോക്ക് ടെസ്റ്റ് അവൈൽ ചെയ്യാവുന്നതാണ്. ഇനി അല്ല, പുറത്തുനിന്ന് ഒരാൾക്കും മോക്ക് ടെസ്റ്റ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഐസർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഞാനിവിടെ ഡിസ്കസ് ചെയ്ത ഈ PDF നിങ്ങൾ റെഫർ ചെയ്തതിന് ശേഷം നിങ്ങളൊരു സ്വന്തമായിട്ട് തന്നെ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതുപോലെയുള്ള ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസുമായിട്ട് അല്ലെങ്കിൽ ഐസർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.